ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പോള. ഇനി മാവ് കുഴച്ചും പരത്തിയും ഒന്നും മെനക്കെടേണ്ട. ഇതിന് വേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് നല്ലപോലെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ ഒനിയൻ പൗഡർ 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അറബിക് മസാലയാണ്. അതും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ വിനേഗറും 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അതിനനുസരിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാനിവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ചെറിയ തീയിൽ മൂടി വെച്ച് 12 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, 12 മിനിറ്റ് ചെറിയ തീയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനിടയിൽ 1-2 പ്രാവശ്യം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫ്രൈ ആവണം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ബ്രെഡ് വേണ്ടത് നിങ്ങളുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ചായിരിക്കും. അപ്പോൾ ഞാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ 5 മുട്ടയാണ് വേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് 5 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വലിയ സൈസിലുള്ള മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ പോളയേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണിത്. പക്ഷെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. മുട്ടയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് പാൽ ചേർത്തു. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് കഴിഞ്ഞ് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അങ്ങനെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതവിടെ മാറ്റി വെക്കുക. പാൻ ചൂടാക്കി 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ മൂത്ത് വന്നാൽ 3 വലിയ സൈസിലുള്ള സവാള ചേർത്ത് വഴറ്റി നന്നായി വഴന്ന് വന്നതിന് ശേഷം 1 തക്കാളിയും കൂടി ചേർത്ത് തക്കാളി നല്ല പേസ്റ്റ് പോലെ ആവുന്നവരെ വഴറ്റിയെടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയം തീ വളരെ ചെറുതായിരുന്നു. ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയെല്ലാം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി അല്പം വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വറ്റുന്നത് വരെ വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. നല്ല കുഴിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. നല്ല വട്ടം ഉണ്ടാവണം. ഇനി ബ്രെഡ് മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം പാനിലേക്ക് വെച്ചു കൊടുക്കണം. അല്പം ഒന്ന് കയറ്റി വെച്ചു കൊടുക്കണം. വീഡിയോ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ എല്ലാ ബ്രെഡും മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം നല്ലൊരു ബേസായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇവിടെ 7 ബ്രെഡാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. താഴെ ഭാഗത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ അമർത്തി നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇതിൻ്റെ മീതെ മസാല വെച്ചു കൊടുക്കണം. മുഴുവൻ മസാലയും വെച്ചു കൊടുക്കണം. മസാല എല്ലാം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ വീണ്ടും ബ്രെഡ് പീസ് മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം വെച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ ഞാൻ എല്ലാം കൂടി ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് എനിക്ക് 5 ബ്രെഡിൻ്റെ പീസാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രെഡിൻ്റെ അളവൊക്കെ നിങ്ങളുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് മാറ്റം വരാം.
ഫുള്ളായിട്ടും കവർ ആവണം. ആ രീതിയിൽ നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാനെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുട്ട മിക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന സമയം തന്നെ ഞാൻ പഴയൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ പാനിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് പോള സെറ്റ് ചെയ്ത പാൻ ഉണ്ടല്ലോ, അത് വെച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ള് വിതറി കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ഞാൻ കറുത്ത എള്ളും വെളുത്ത എള്ളും രണ്ടും മിക്സാക്കി ഇവിടെ വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മൂടി വെച്ച് നന്നായിട്ട് മൂടണം. ഇതിൻ്റെ ആവി ഒട്ടും പുറത്ത് പോകാൻ പാടില്ല. ഓൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് മൂടണം. ഞാൻ എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് മൂടിയിട്ടുള്ളത്. എന്നിട്ട് ചെറിയ തീയിൽ 25 മിനിറ്റാണ് ബേക്കിംഗ് സമയം. ചിലപ്പോൾ അത് 30 മിനിറ്റൊക്കെ ആവാം. നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൽ വ്യത്യാസം വരാം. എനിക്കിവിടെ 25 മിനിറ്റ് കൊണ്ടാണ് ഇത് പാകമായി കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്തു, വേറൊരു പാനിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തു. ഇതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി. ഇനി അടിഭാഗം കൂടി ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. ചെറുതായിട്ട് തീ കൊടുത്താൽ മതി, വലിയ ഫ്ലെയിം വേണ്ട. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 3 മിനിറ്റിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ സിമ്പിൾ റെസിപ്പിയാണ്. ഏത് പാതിരാത്രിക്ക് ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ് റെസിപ്പിയാണിത്. ഇനി ചിക്കൻ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ സവാളയുടെ മസാല ഉണ്ടാക്കിയല്ലോ, ആ മസാല വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മുട്ട വട്ടത്തിൽ അരിഞ്ഞ് വെച്ചു കൊടുത്താൽ മതി. അങ്ങനെയും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റും എനിക്ക് അറിയിക്കണം. ഓക്കെ, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്കും അതേപോലെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.